15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാവുക. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ഒപ്പം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സഭയിൽ ഭരണപക്ഷം ഉയർത്തിക്കാട്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും സഭയിൽ ചർച്ചയാകും. 15ാം കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. മാർച്ച് 26 വരെ ആകെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാകുക. ജനുവരി 22, 27, 28 ദിവസങ്ങളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. തുടർന്ന് 16ാം സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയായ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും ഫെബ്രുവരി 2, 3, 4 ദിവസങ്ങളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. ഒപ്പം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സഭയിൽ ഭരണപക്ഷം ഉയർത്തിക്കാട്ടും. ശബരിമല സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും സഭയിൽ ചർച്ചയാകും. ബലാത്സംഗ പീഡന കേസുകളിൽ പ്രതിയായ UDF MLA രാഹുൽ മാങ്കൂട്ടത്തിൽ 15ാം സഭാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ MLA ജയിലിൽ കഴിയുന്നതിനാൽ ഭരണപക്ഷം ഇക്കാര്യം സഭയിൽ ഉന്നയിക്കും. വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് DK മുരളി MLA കത്ത് നൽകിയിട്ടുണ്ട്. രാഹുലിനെ സഭാംഗത്തിൽ നിന്ന് അയോഗ്യനാക്കണം എന്ന വിഷയവും ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സഭയ്ക്കുള്ളിൽ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറെ പ്രസക്തം. വിഷയം പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നതിലും സംശയമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.